ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCND അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വാട്സാപ്പിലൂടെ ഒരു പ്രാവശ്യവും കൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അനുവദിച്ച കൃപാലുവായ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വരാറായി എന്നുള്ളതായ ലോകസംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ ദൈവത്തിൽ ഏറ്റവും നാൾതോറും അവനിൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മളെ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സുവിശേഷം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, അവൻ്റെ പുത്രൻ, അല്ല എങ്കിൽ യോസഫിൻ്റെ പുത്രൻ, ഇങ്ങനെ തുടങ്ങി ദൈവപുത്രൻ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് പറയുവാനുള്ള കാരണം, ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുവാനുള്ള കാരണം എന്നിങ്ങനെയുള്ളതായ വിഷയത്തെ നമുക്ക് പിന്നീട് തുടർന്നും നമുക്ക് ചിന്തിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്നത് ചതി എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കി ആണ് ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ അല്പമായി ചിന്തിക്കുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവിനെയെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സഹിക്കുന്നത് ആശ്ചര്യം. സ്തോത്രം. ദൈവീകദാസൻ്റെ ആകുലത നമുക്കിവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ദൈവദാസം ഇത് ഓർത്തുകൊണ്ട് കണ്ടുകൊണ്ട് ഭയപ്പെടുന്നതായി കാണുന്നു. സ്തോത്രം. അനേകരും വിവിധമായ ഉപദേശത്തിൻ്റെ കാറ്റുകളിൽ പതറിപ്പോകുന്നത് കണ്ടുകൊണ്ട് അതിലുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ സ്തോത്രം വളരെ ദുഃഖിതനാകുന്നു, ആകുല ചിന്തയുള്ളവനായിത്തീരുന്നു. സ്തോത്രം. നമുക്കെവിടെ കാണുവാൻ കഴിയുന്നത് നമ്മളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം എന്നുള്ളൊരു വിഷയത്തോടുള്ള ബന്ധം വലിയൊരു സബ്ജക്റ്റാണ്. കാരണം ഇതൊരു വലിയ മിസ്റ്ററിയാണ്, മർമ്മമാണ്. ഇന്ന് ആ ഭാഗത്തു നിന്ന് വിടുകയാണ്. സ്തോത്രം. ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. എങ്ങനെയാണ് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ദൈവിക തീഷ്ണത ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എത്രമാത്രം തീഷ്ണതയുള്ള ഒരു ദൈവദാസനാണ് എന്ന് നമുക്ക് ഇവിടെ കാണാം. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ കുലുങ്ങാത്തവരായി സ്തോത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. നമ്മൾ വിശ്വാസത്തിൽ നാൾതോറും
നമ്മൾ ആരോഗ്യമുള്ളവരായി വരണം. സ്തോത്രം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ സ്തോത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ദൈവദാസൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഈ വിഷയം അവിടെ എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ദൈവജനത്തോട് സംസാരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. 30 മുതൽ വെളിപ്പാട് വരെയും ഉള്ളതായിരിക്കുന്ന പാമ്പ് എന്നുള്ളതായിരിക്കുന്നൊരു വിഷയത്തെ ആധാരമാക്കി നമുക്ക് ഉപദേശം, ഗുണീകരണം, ശാസന, നീതിയിലെ അഭ്യാസം, ഇതിലൂടെ പാമ്പ് എന്നുള്ളതായി ഒരു വിഷയത്തിലൂടെ നമ്മൾ ഒന്ന് പഠിക്കുകയും സ്തോത്രം നമ്മുടെ ആത്മീയതയെ നമ്മൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ആ ഭാഗവും അവിടെ നിന്ന് വിടട്ടെ. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ട തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 2-ാം അധ്യായം 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വാസ്തവമായും ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതായ സ്ഥാനങ്ങളിൽ അവൾ ഉത്തരം പറയുന്നു: തോട്ടത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, പക്ഷെ തൊടുകയുമരുത് എന്ന് അവൾ കൂട്ടിച്ചേർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് സർപ്പം ഹവ്വയെ ചതിച്ചത് ഉപായത്തിലാണ്. സ്തോത്രം. ഉപായങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്തെല്ലാം ഉപായങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയാക്കുന്നത്. അത് തുടർന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഓരോന്നായി നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അപ്പോസ്തോലന്മാർ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ, അല്ലെങ്കിൽ വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് എന്നൊക്കെയും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കൊരിന്ത്യ ലേഖനത്തിൽ. സ്തോത്രം. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം ഇവിടെ വിവരിച്ചു തരുന്നു, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ അവൾ പറഞ്ഞു, തിന്നുകയും തൊടുകയും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ സ്ത്രീയോട് പാമ്പ് ചോദിച്ചു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം തിന്നാമെന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ട തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞത് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സ്തോത്രം, വീണ്ടും അവളോട് സംസാരിക്കുമ്പോൾ പാമ്പ് പറയുന്നു, മരിക്കയില്ല നിശ്ചയം.
അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. നമ്മളുടെ മുൻപിൽ ഇന്ന് അനേക പ്രലോഭനങ്ങളിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ ഭക്തിയിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒത്തിരി വിഷയങ്ങൾ പോസ്പിരിറ്റി തിയോളജി ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടതാണ്. അനേക ദൈവദാസന്മാർ അനേകരെ കബളിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില ചിന്തകളിലൂടെയാണ്. മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെയും ഹൃദയം ഇങ്ങനെ തന്നെയായിരുന്നു. അതിനായി ദൈവം അവളുടെ മുൻപിൽ പറഞ്ഞു, ഞാൻ നിന്നെ വശീകരിച്ച് കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. സ്തോത്രം. ദൈവം എന്ത് 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 പാഠങ്ങളാണ് അതിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് നമുക്ക് സ്തോത്രം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ആ ഭാഗത്തൊന്നും ഞാൻ പിന്മാറട്ടെ. ഇവിടെ ഞാൻ പറയുന്നത്, ഒന്ന്, വചനത്തിൽ കൂട്ടരുത്. രണ്ട്, കുറയ്ക്കുകയും അരുത്. സാത്താൻ ദൈവം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെയും ചെയ്തു. അവൾ കുറയ്ക്കുകയും ചെയ്തു. സ്തോത്രം. സാത്താൻ അവളെ പ്രലോഭിപ്പിച്ചത്, ഒന്ന്, മരിക്കയില്ല നിശ്ചയം. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ചോദിച്ച സാത്താൻ പറഞ്ഞു, അല്ല, നിശ്ചയമാണ് മരിക്കയില്ല എന്ന്. പ്രിയരെ, നമ്മളെ ചതിക്കുവാൻ ചില തന്ത്രങ്ങൾ സാത്താൻ മെനയുന്നു. അതുകൊണ്ട് പൂർണ്ണമായ നിശ്ചയം അറിവ് സ്തോത്രം നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കേണ്ടത് അത്യാവശ്യം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ സ്തോത്രം അവളിൽ മോഹമുണർന്നു. അത് കാണുവാൻ നല്ലതാണ്, തിന്മാൻ നല്ലതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അവൾക്ക് അതുകൊണ്ട് മോഹം ഗർഭം ധരിച്ചു പാവത്തെ പ്രസവിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മോഹങ്ങൾ പാപങ്ങൾ പ്രസവിക്കുവാനുള്ള കാരണമായി തീരരുത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മാത്രം അനുസരിക്കും. ദൈവം പറഞ്ഞത് മാത്രം അനുസരിക്കും. അത് വളരെ ശ്രദ്ധ വെച്ച് കേട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കും. അതുകൊണ്ട് ദൈവവചനത്തിൽ നാം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ദൈവവചനത്തെ ശരിയായി നാം പരിശോധിക്കണമെന്ന് ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും എന്തൊക്കെയും പറയാം, എന്നാൽ ദൈവവചനം എന്തു പറയുന്നു എന്ന് വളരെ തിട്ടമായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, അത് തിന്നരുത്. സാത്താൻ പറഞ്ഞത്, അത് തിന്നാം, മരിക്കയില്ല. മാത്രമല്ല, അവൾ പറഞ്ഞ ചില സവിശേഷതകളൂടെ അവളുടെ മുൻപിൽ വെച്ചു. പ്രിയരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ അഭിവൃദ്ധിയുടെ പോസ്പിരിറ്റികൾ നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് സ്തോത്രം
ക്രിസ്തുവിൽ നിന്ന് ഏകാഗ്രത വിട്ടുപോകുവാൻ ഇടവരരുത്. ജോബിലെ പോലെ അനുഗ്രഹപാത്രമായിരുന്നപ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ വിശ്വാസത്തിൽ നിലനിന്നു. അതുകൊണ്ട് സാമ്പത്തികമോ കഷ്ടതയോ അല്ല നമ്മുടെ വിശ്വാസത്തിന് ആധാരം. സമ്പത്തോ ധനമോ സൗകര്യങ്ങളോ അല്ല. ദൈവം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിൽ കൂട്ട് ചേർക്കരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമെങ്കിലും ഞാൻ ഒന്ന് വായിക്കുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:18 മുതലുള്ള വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോടാരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിൽ നിന്നാരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ദൈവവചനത്തിൽ ഈ പ്രവചന പുസ്തകത്തിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ആരും ചെയ്യരുത് എന്ന് താക്കീത് നമുക്ക് നൽകുന്നു. ആരെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു എങ്കിൽ, പ്രിയരെ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നിത്യതയിൽ നമുക്ക് നിത്യത നഷ്ടമാകുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുന്നു ഇങ്ങനെ. ആവർത്തന പുസ്തകം സ്തോത്രം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങളോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. സദൃശവാക്യം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അവൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. അവൻ തന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരുത്. സ്തോത്രം. സാത്താൻ ദൈവിക വചനത്തെ നിന്ന് വ്യത്യസ്തമായി കൂട്ടിപ്പറയുന്നവനാണ്. അപ്പോൾ അവൻ കൂട്ടുന്നവനാണ്, അത് കുറയ്ക്കുകയും ചെയ്യുന്നവനാണ്. ദൈവവചന സൂക്ഷ്മതയോടുകൂടെ നാം പരിശോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. സ്തോത്രം. അപ്പോൾ ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
സ്തോത്രം. ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത് വേറൊരു സുവിശേഷമെന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങൾ പോകുമോ? ഞങ്ങൾ അറിയിച്ചതായ, ഞങ്ങളിൽ വ്യാപരിച്ച, ആത്മാവിൽ സംസാരിച്ച തിരുവചനത്തിന് വിപരീതമായി വേറെ ആരെങ്കിലും സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അന്ന് ഹല്ലേലൂയ പ്രവചന അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ആദ്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളതായ യോവേൽ പ്രവാചകനിലൂടെ സംഭവിക്കേണ്ട സംഭവവികാസം, അത് എൻ്റെ ആത്മാവ് അവരുടെ മേൽ ആവസിക്കും. അപ്പോൾ യഹോവയുടെ ആത്മാവിനാൽ, സ്തോത്രം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, സ്തോത്രം, ഹല്ലേലൂയ, നടക്കുന്ന ഈ അടയാളമായ സംഭവം ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് അപ്പോസ്തലന്മാരിൽ സംസാരിച്ചതിന് വിപരീതമായി. അതുകൊണ്ടാണ് വേറൊരു ആത്മാവിനെ, സ്തോത്രം, ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം വേറൊരു ആത്മാവിനാൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കുന്നത്. സ്തോത്രം, തീമോഥെയോസ് ലേഖനത്തിൽ അത് നമ്മൾ വായിക്കുന്നു. അനേകർ ഭാവികാലത്ത് ഭൂതങ്ങളുടെ ആത്മാക്കളാ നിങ്ങളുടെ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. സ്തോത്രം. അപ്പം വേറെ ആത്മാവിനാൽ അനേകർ അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിക്കാത്ത, അപ്പോസ്തലന്മാരിലൂടെ അറിയിക്കപ്പെടാത്ത, അപ്പോസ്തലന്മാരിനാൽ വ്യാഖ്യാനിക്കപ്പെട്ടതുപോലെ വ്യാഖ്യാനിക്കാത്ത ഏതെങ്കിലും ഉപദേശങ്ങൾ, സുവിശേഷങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സുവിശേഷമല്ല. അതാണ് അപ്പോസ്തലനോട് പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകുമോ എന്ന് ഭയപ്പെടുന്നു. ദൈവത്തിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും അന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ഹവ്വയും ആദമും വിട്ടുപോകുവാനിടയായി. ഹല്ലേലൂയ. വേറൊരുവൻ, സ്തോത്രം, ദൈവം പറഞ്ഞതിനപ്പുറമായി, സ്തോത്രം, പ്രോസ്പിരിറ്റി ആകാം, ഏത് വിശുദ്ധ ആയാലും ദൈവം ഉദ്ദേശിക്കുന്ന ദൈവേഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, സ്തോത്രം, നമ്മളെ തെറ്റിച്ച് കളയും. നമുക്ക് സുവിശേഷത്തിലൂടെ നമുക്ക് ക്രിസ്തുവിൻ്റെ പരീക്ഷയെക്കുറിച്ച് നമുക്ക് പിന്നീടായി അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് ഇന്ന് ഒരു ചെറിയ പോയിന്റ്, ചതിയുടെ ഒരു പോയിന്റിൻ ഒരംശം മാത്രമാണ് ഇന്ന് സംസാരിക്കുന്നത്. സ്തോത്രം. എന്താണ്? വചനത്തിൽ ഒന്നും നീ കൂട്ടരുത്, കുറയ്ക്കരുത്. സ്തോത്രം. അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവിനാൽ, സ്തോത്രം, അന്ത്യകാല സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്, എൻ്റെ ആത്മാവിൻ്റെ മേൽ ആവസിക്കുമെന്ന്, അവൻ്റെ ആത്മാവ് അവരുടെ മേൽ വരുമെന്ന് യോവേൽ പ്രവാചകനിലൂടെ സംസാരിച്ചതായ തിരുവെഴുത്തിൻ്റെ നിവർത്തി അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുമ്പോൾ, അപ്പോസ്തലന്മാരിലൂടെ ആ ആത്മാവിൽ ലഭിക്കപ്പെട്ട സുവിശേഷത്തിന് ആ ആത്മാവ് പ്രവർത്തിച്ചതായിരിക്കുന്ന പ്രവർത്തന ശൈലികളെ ശരിയായി അപഗ്രഹിച്ച് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണമെന്ന്, സ്തോത്രം, ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അനേക ചതി ഉപായത്താൽ സംഭവിക്കും എന്നുള്ളതാണ്. നമുക്ക് 1 യോഹന്നാൻ
അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 നമ്മൾ വായിക്കുമ്പോൾ, 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. 1 യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ്: ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അപ്പം അപ്പോസ്തലന്മാർ ആരാകുന്നു? ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ തിരിച്ചറിയാം. പ്രവാചകനിലൂടെ നിവർത്തിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയോടുകൂടെ സത്യത്തിലേക്ക് വഴി നടത്തുമെന്ന് കർത്താവ് പറഞ്ഞതായ ആ തിരുവെഴുത്തുകളിലൂടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, സ്തോത്രം, സ്വർഗരാജ്യത്തിൽ വരുവാനിക്ക് സ്വർഗരാജ്യത്തിൽ പോലും 12 പേര് അപ്പോസ്തലരുടെ പേരുള്ളതായ അപ്പോസ്തലന്മാർ അറിയിച്ചതായ തിരുവെഴുത്തിന് വിപരീതമായി എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വാഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ തിരിച്ചറിയാം. പ്രിയരേ, അതുകൊണ്ട് സ്തോത്രം, യോഹന്നാൻ അത് രേഖപ്പെടുത്തുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ 3 വായിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. സ്തോത്രം. അപ്പോൾ അവരുടെ ഉപദേശം എന്ന് പറയുന്നത്, സ്തോത്രം, അബദ്ധത്തിൽ നിന്ന് വന്നതല്ല, അശുദ്ധിയിൽ നിന്ന് വന്നതല്ല, ഒരിക്കലും അല്ലെങ്കിൽ സ്തോത്രം വ്യാജത്തിൽ നിന്ന് വന്നതല്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കും. സ്തോത്രം. 2 കൊരിന്ത്യർ 4:2 നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 4:2 നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നമുക്കവിടെ കാണുന്നതായൊരു കാര്യം, സ്തോത്രം, ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും വചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. സ്തോത്രം. അനേക വാക്യങ്ങൾ നമുക്ക് വായിച്ച് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ, സ്തോത്രം, ഇന്ന് ഇതിന് വിരാമം കുറിക്കുകയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് അവർക്ക് കരുണ ദൈവത്തിൻ്റെ കരുണയാൽ ഉണ്ടായ ശുശ്രൂഷയാണ് ലഭിച്ചതാണ്. ഞങ്ങൾ അതുകൊണ്ട് അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചിട്ട് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങൾ തന്നെ ബോധ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട്, 1, സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ, നമുക്കതിൻ്റെ ബാക്കി തുടർന്ന് നമുക്ക്
തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിച്ചത്, ഒന്ന്, വചനത്തിൽ നീ എന്ത് ചെയ്യരുത്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യരുത്. സ്തോത്രം. ഇവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞതിന് എതിരായി, വിപരീതമായി നിന്റെ ഉപദേശം നീ കൊണ്ടുപോകരുത്. കാരണമെന്ത് എന്ന് തുടർന്നും നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവേ, യേശുവേ വരണമേ. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.